ഹായ്, ഞാൻ അഖിൽ സുരേഷ്. നമുക്ക് ഏജസിന്റെ കുറച്ചധികം ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, എങ്കിലും കുറച്ചധികം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. എളുപ്പമാണ്. നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ചാപ്റ്ററുകളെല്ലാം ബാങ്കിങ് ടോപ്പിക്കുകൾ ഏറ്റവും സിമ്പിൾ ചാപ്റ്ററുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. ഇത്രയും സിമ്പിളാണ് ഈ ടോപ്പിക്കുകൾ. നമുക്കത് അത്രത്തോളം എളുപ്പമായിട്ട് തന്നെ നമ്മൾ പഠിച്ചെടുക്കാൻ നോക്കണം. അത്രയും സിമ്പിളാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അത്രയും ഈസിയാണ് ക്വസ്റ്റ്യൻ. ഇതിൽ എളുപ്പമായിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറച്ച് കൊച്ചു ക്വസ്റ്റ്യൻ തരുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എ ഈസ് 2 years older than ബി, ഹു ഈസ് twice as old as സി. ഇഫ് the total age of A, B and C be 27, then how old is B? ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് നോക്കാം. നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, വേഗം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആദ്യം പറഞ്ഞത് എ ഈസ് 2 years older than ബി എന്ന് വെച്ചാൽ എന്തായിരിക്കും? എ എന്ന് പറഞ്ഞാൽ അത് ബീനേക്കാൾ എത്ര വയസ്സ് കൂടുതലാണ്? 2 വയസ്സ് കൂടുതലാണ്. ഇങ്ങനല്ലേ പറയുന്നത്? എ ഈസ് 2 years older than ബി. ബിയേക്കാൾ 2 വയസ്സ് അധികം വന്നാലേ ആരാവൂ? എയുടെ വയസ്സാവുള്ളൂ എന്നല്ലേ പറയുന്നത്. ഇനി പറയുന്നു ഹു ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് സി. ഇവിടെ ആയിരിക്കും കുറച്ച് പേർക്ക് ഡൗട്ട് വരുന്നത്. ഈ ഹു ഈസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത് എ ആണോ അതോ ബി ആണോ? ഏത് ക്വസ്റ്റ്യനിലായാലും ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഹു ഈസ് എന്നാണ് പറയുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വന്ന ആരെയാണോ അയാളെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പസ്സിലൊക്കെ ചെയ്യുമ്പോൾ, സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഇതേണൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഇത് എവിടെയെങ്കിലും ഒരു ആളുടെ കാര്യം പറഞ്ഞിട്ട് തൊട്ടടുത്ത് ഹൂ ഈസ് എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ ആ ഹൂവിന് തൊട്ട് ബാക്കിൽ വന്ന നമ്പർ, ആ ആൽഫബറ്റ് ഏതാണോ അയാളെ ആയിരിക്കും അവർ ഡിനോട്ട് ചെയ്യുന്നത്. ആ ഹൂ എന്ന് വെച്ചാൽ തൊട്ട് ബാക്കിൽ വന്ന ആളെയാണ്, അല്ലാതെ ആദ്യം പറഞ്ഞ ആളെ അല്ല, തൊട്ട് ബാക്കിൽ വന്ന ആൾ. അപ്പൊ ഇനി പറയുന്നു ബി ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് സി. ബി എന്ന് പറയുന്നയാൾ സി എത്രയാണോ അതിന് 2 times ആണ്. ബി ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് സി. സിന്റെ ഡബിൾ എടുത്തെങ്കിൽ ആരാവുള്ളൂ? ബി ആവുള്ളൂ. കാരണം ബിയുടെ ഏജ് സിന്റെ ഡബിൾ ആണ്. അപ്പം ബിയുടെ ഏജ് ഈക്വൽ ആവണം, എന്ത് ചെയ്യണം? സിന്റെ ഡബിൾ ഏജ് എടുക്കണം. അപ്പം നമുക്ക് ഇവരുടെ 3 പേരുടെയും ഏകദേശം റിലേഷനായി. ഇനി എന്താ പറയുന്നത്? ഇഫ് ദ ടോട്ടൽ ഓഫ് ദി ഏജ് ഓഫ് എ, ബി ആൻഡ് സി ഈസ് 27, ദെൻ ഹൗ ഓൾഡ് ഈസ് ബി? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി അല്ലേ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അയാളിലേക്ക് ഈ ഇക്വേഷൻ മാറ്റണം. ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞിട്ടല്ലേ ചോദിച്ചേക്കുന്നത്, നമുക്ക് ബി എ അല്ലേ വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബിയിൽ എഴുതുന്നു. ബി ഇസ് ഈക്വൽ ടു എ മൈനസ് 2 എന്ന് എഴുതി കൂടെ. ഞാൻ എഴുതിയ കാര്യം മനസ്സിലായി. നമുക്ക് ബി ആണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ എല്ലാം ബിയിലേക്ക് ആക്കി, അതേ ഉള്ളൂ. അപ്പൊ എക്ക് വരാം, എ ഇസിക്കൽ ടു ബി പ്ലസ് 2 ആണെങ്കിൽ ബി ഇസിക്കൽ ടു എ മൈനസ് 2 എന്ന് എഴുതി കൂടെ. അപ്പൊ ഇത് ബിയിൽ ഇക്വേഷനായി, ഇതും ബിയിൽ ഇക്വേഷനായി. എങ്കിൽ നമ്മൾ തേർഡ് ഇക്വേഷനിലേക്ക് പോകുന്നു. ഇതിൽ പറഞ്ഞിട്ടുണ്ട് എയുടെയും ബിയുടെയും സിയുടെയും കൂടി സം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 27 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ 1, ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ 2. നമ്മൾ ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇക്വേഷനാക്കി മാറ്റി. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. അങ്ങനെ 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് 3 വേരിയബിൾ ഉണ്ട്. അപ്പം 3 വേരിയബിൾ സോൾവ് ചെയ്യാൻ നമുക്ക് എത്ര ഇക്വേഷൻ മതി? 3 ഇക്വേഷൻ മതി. 2 വേരിയബിൾ ആണെങ്കിൽ 2 ഇക്വേഷൻ വേണം, 1 വേരിയബിൾ ആണെങ്കിൽ 1 ഇക്വേഷൻ വേണം. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. നമുക്ക് 3 വേരിയബിൾ ഉണ്ട്. 3 വേരിയബിളെ സോൾവ് ചെയ്യാൻ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ഉറപ്പായിട്ടും അത് മതി നമുക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം നോക്കാം. നമ്മൾ നോക്കി, ഇവിടെ എക്ക് പകരം നമുക്ക് ബിയിൽ ഇക്വേഷൻ എഴുതി കൂടെ. എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് 2 എന്ന് എഴുതി കൂടെ. നമുക്ക് എ എല്ലാം ബിയിലേക്ക് മാറ്റണം. എക്ക് പകരം എന്ത് എഴുതാം? ബി പ്ലസ് 2 എന്ന് എഴുതാം. നമുക്ക് ഈ എക്ക് പകരം ബി പ്ലസ് 2 എന്ന് എഴുതി. എക്ക് പകരം നമ്മൾ എന്ത് എഴുതി? ബി പ്ലസ് 2 എന്ന് എഴുതി. അതുപോലെ നമ്മൾ എല്ലാത്തിനും ബിയുടെ വാല്യൂലെ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ എല്ലാവരും എന്തിലേക്ക് മാറ്റുക? ബിയിലേക്ക് മാറ്റുക. അപ്പം നോക്കി, ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതണം? ബിക്ക് പകരം വേറെ ഒന്നും എഴുതണ്ട, ബി തന്നെ എഴുതിയാൽ മതി. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എക്ക് പകരം എ ഇസ് ഈക്വൽ ബി പ്ലസ് 2 അല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ എക്ക് പകരം ഞാൻ ബി പ്ലസ് 2 എന്ന് എഴുതി. ബി ആയിട്ട് തന്നെ വെച്ചു, കാരണം എനിക്ക് ബിന്റെ വാല്യൂ വേണ്ടത്. ഇനി സിക്ക് പകരം നമ്മൾ എന്ത് എഴുതണം? സിക്ക് പകരം നമ്മൾ എന്ത് എഴുതാം? സി ഇസ് ഈക്വൽ ടു ബി ബൈ 2 എന്ന് എഴുതി കൂടെ. ഓക്കെ, ബി സിക്കൽ 2c ആണെങ്കിൽ, സി എന്ന് വെച്ചാൽ സി മാത്രമാണ് വേണ്ടതെങ്കിൽ ബി ബൈ 2 ആക്കി കൂടെ. സി സിക്കൽ ബി ബൈ 2 ഇൻറ്റു 2 അപ്പുറത്തേക്ക് പോയി, അപ്പം ബൈ 2 ആയി. അപ്പം സിക്ക് പകരം ഞാൻ എന്ത് ബിയുടെ ടൈമിൽ എഴുതി, കാരണം അതെനിക്ക് ബി ആണ് ആവശ്യം, ബിയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പം ബി മാത്രം മതി നമുക്ക്. അപ്പം ഈ സിക്ക് പകരം ബിയിലെ ടൈമിലേക്ക് മാറ്റി, ബി ബൈ 2 എന്നാക്കി. ഇസ് ഈക്വൽ ടു 27 ആയി. ഇനി സോൾവ് ചെയ്താൽ പോരെ? നമുക്കിപ്പോൾ എല്ലാം ബിന്റെ ടൈമിലായാലേ സോൾവ് ചെയ്ത് നോക്കാം. അത്ര കിട്ടുന്നു. ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട്. 2b പ്ലസ് 2 പ്ലസ് ബി ബൈ 2 ഇസ് ഈക്വൽ ടു 27. എഴുതി മനസ്സിലായോ? ഒരു ബി ഉണ്ട്, വീണ്ടും ഒരു ബി ഉണ്ട്. അപ്പം ബി പ്ലസ് ബി 2b എന്നായി. ഒരു പ്ലസ് 2 ഉണ്ട്, ആ പ്ലസ് 2 എഴുതി. ബി ബൈ 2 ഇസ് ഈക്വൽ 27. ഇനി നമുക്ക് ഞാൻ നോക്കാം. ഒരു 2b ഉണ്ട്, ഒരു പ്ലസ് 2 ഉണ്ട്. ഈ പ്ലസ് 2 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി.
അത് എന്തായി -2 ആയില്ലേ. 27 - 2 എത്രയായി 25 ആയില്ലേ. 27 - 2 നമുക്ക് എത്ര കിട്ടി 25 കിട്ടി. ഇവിടെ എത്ര ഉണ്ട് 2b + b/2 ഉണ്ട്. ഇതെങ്ങനെയാ ഈ b/2 ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് എടുത്താൽ മതി. അതായത് ഈ /2 ഞാൻ എന്ത് ചെയ്യണം ഇവിടേക്ക് മൾട്ടിപ്പിൾ ചെയ്യണം 2b × 2/2. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ എഴുതാം b/2. നമുക്ക് ന്യൂമറിക്കൽ ക്ലാസ് പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു ഫ്രാക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്തായിരിക്കണം ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു 2b ഉള്ളൂ, അതിന് /2 ഇല്ല. /2 ഉണ്ടായാൽ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ ഈ രണ്ടും 2 ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെ 2 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു 2 ഉണ്ടാക്കണം. അതാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ അടിയിലും കൂടി ഒരു 2 ഉണ്ടായാൽ നമുക്ക് എല്ലാം ന്യൂമറേറ്റർ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ അത് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഈ 2bന്റെ മുകളിലും താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. 2/2 മീൻസ് 1 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസറിന് വാല്യൂസിന് വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. അപ്പം ഇനി നോക്കുന്നു ഇവിടെ മുകളിൽ 2 ഉണ്ട് താഴെ 2 ഉണ്ട്, ഡിനോമിനേറ്റർ രണ്ടിടത്തും 2 ഉണ്ട്. എങ്കിൽ എന്ത് ചെയ്താൽ മതി ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ പോരെ, എന്നാൽ ഡിനോമിനേറ്റർ /2 ചെയ്താൽ പോരെ. എങ്കിൽ അങ്ങനെ ചെയ്യുന്നു. എത്ര കിട്ടും നോക്കാം. 2b × 2 4b + b 5b എന്ന് കിട്ടി. 5b ഡിനോമിനേറ്റർ എന്തായിരുന്നു 2. നമ്മൾ സാധാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. നോക്കി ഈ 2 ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുന്നു 2b × 2 4b കിട്ടി. 4b + b 5b/2. ആ 5b/2 തന്നെയാണിത്. അതിൻ്റെ എങ്ങനെയാണിത് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2/2 മൾട്ടിപ്പിൾ ചെയ്ത് ഫ്രാക്ഷൻ ആക്കി, എന്നാൽ ഡിനോമിനേറ്റർ സെയിം ആക്കി, എന്നിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു, ഡിനോമിനേറ്റർ 2 സെയിം ആണ് അത് എഴുതുന്നു. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ 5b/2 നമുക്ക് എത്ര കിട്ടി 25 എന്ന് കിട്ടി. 5b/2 25 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 5bന്റെ വാല്യൂ എത്രയാണ് 5b = 50 എന്ന് കിട്ടും. ബിന്റെ വാല്യൂ എത്ര കിട്ടും 10 എന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്തായിരുന്നു ബിന്റെ ഏജ് അല്ലേ. എത്രയായിരുന്നു ബിന്റെ ഏജ് 10 ഇയേഴ്സ് ആയിരിക്കും ബിന്റെ ഏജ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്തേക്കാം. ഇതെന്താണ് ഇത് എളുപ്പവഴികളൊന്നുമല്ല. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതുപോലെ ചെയ്യുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട്, നമുക്ക് വീണ്ടും പഠിക്കാം. പക്ഷെ തൽക്കാലം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനെ എങ്ങനെ ആൻസറിലേക്ക് എത്തിക്കാം, അതെങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾക്ക് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ നോക്കി വെച്ചേക്കുക. വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി ആൻസറിലേക്ക് എത്തിക്കാൻ. വേറെ പ്രത്യേകിച്ച് ഇക്വേഷനുകളോ ലോജിക്കുകളോ വേറെ ഒന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് അതിനെ ഇക്വേഷൻ ആക്കുന്നു, ആ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നു. ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടെന്ന കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതിനകത്ത് നമുക്ക് എന്തായിരുന്നു ഈ ബി വന്നിട്ട് അതിന് ഹൂ ഈസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഡൗട്ട് അടിക്കും ഈ ഹൂ എന്ന് ഉദ്ദേശിച്ച് ആദ്യം പറഞ്ഞ ആൾ എയുടെ തന്നെയാണോ, എ ഈസ് ട്വൈസ് ഓൾഡ് ആസ് സി എന്നാണോ എന്നൊക്കെ ഡൗട്ട് വരും. അത് ക്ലിയർ ചെയ്തേക്കുക. എവിടെയെങ്കിലും ഹൂ വന്നാൽ അവിടെ എന്ത് ചെയ്യുക തൊട്ട് ബാക്ക് വന്ന ആളായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് വിചാരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആരെയാണോ ആവശ്യം അയാളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഇക്വേഷൻ കൺവേർട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുക. എങ്കിൽ നമുക്ക് എന്ത് കിട്ടും വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിപ്പോൾ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി ബി അല്ലേ കിട്ടുന്നത്. അപ്പം ബി ആണ് ആവശ്യമെങ്കിൽ ബിയിലേക്ക് ഇക്വേഷൻ മാറണം. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആണെന്നാ ചോദിക്കുന്നെങ്കിലോ നമ്മൾ ഈ സാധനം എല്ലാം എയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ a = 2b എന്നല്ലേ. അപ്പം b = a/2 എന്നാക്കിയിട്ട് എല്ലാ എയുടെ വാല്യൂസിലേക്ക് എല്ലാം മാറ്റിയിട്ട് ആ രീതിയിൽ ബാക്കിയുള്ള വേരിയബിൾ എല്ലാം കളഞ്ഞ് എ മാത്രം വെക്കണം. എന്നിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും എ കിട്ടും. ഇനി അതല്ലെങ്കിൽ പോലും നമുക്കിപ്പം ബിന്റെ വാല്യൂ കിട്ടി 10 ഇയേഴ്സ്. ഈ രീതി സോൾവ് ചെയ്ത് ബിന്റെ വാല്യൂ 10 ഇയേഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്റെ വാല്യൂ എ ഈസ് 2 ഇയർ ഓൾഡർ ദാൻ ബി. എന്റെ വാല്യൂ എത്ര കിട്ടും എ ഈസ് = b + 2 ആണ്. നമുക്ക് എത്ര കിട്ടും 12 എന്ന് കിട്ടും. ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. വെച്ചാൽ ആദ്യം ബിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എ ഈസ് 2 ഇയേഴ്സ് ഓൾഡർ ദാൻ ബി, ബിനേക്കാൾ 2 വയസ്സ് അധികമാണ്. ആ രീതി കണ്ടുപിടിക്കാം. അതുപോലെ സി എന്ന് വെച്ചാൽ എത്രയായിരുന്നു ബിന്റെ പകുതിയായിരുന്നു. നമുക്ക് ഹൂ ഈസ് ട്വൈസ് ഓൾഡ് ആസ് സി എന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞാൽ സിന്റെ ഡബിൾ ആയിരുന്നു. സി എന്ന് പറഞ്ഞാൽ ബിന്റെ ഡബിൾ ആയിരുന്നു. അപ്പം സിന്റെ വാല്യൂ എത്ര സി = b/2. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ സി = b/2 എന്ന് എഴുതിയിട്ടില്ല. അപ്പൊ എത്രയാണോ ബിന്റെ ഏജ് അതിന്റെ പകുതി ആയിരിക്കും സിന്റെ ഏജ്. എത്ര കിട്ടും 5 ഇയർ എന്ന് കിട്ടും. അപ്പൊ ഇത്രയും എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് സോൾവ് ചെയ്യുന്നത് ആരുടെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കാം. വളരെ എളുപ്പമാണ് ഈ കാര്യം. അത് ഓർത്ത് വെച്ചാൽ നമുക്ക് വേഗം ആൻസറും കിട്ടും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു ദിനേഷ് ഈസ് യങ്ങർ ടു രോഹൻ by 9 years. If their ages are in the respective ratio 4:5, how old is Dinesh? വേഗം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ ആൻസർ എത്തണം. അവരുടെ ഏജിന് ഡിഫറൻസ് ആണ് 9 ഇയേഴ്സ്. അങ്ങനെ ചിന്തിക്കുക. ഒരു 4ന്റെയും 5ന്റെയും ഡിഫറൻസ് ആണ് 9 ഇയേഴ്സ്. അങ്ങനെയൊക്കെ ഈസി ആയിട്ട് കിട്ടും നമുക്ക് ആൻസർ. ഒറ്റ സെക്കൻഡിൽ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. കാരണം 1:9 എങ്കിൽ ആരുടെയാണ് വേണ്ടത് ദിനേഷിൻ്റെയാണ്. ദിനേഷ് എന്ന് വെച്ചാൽ 4 × 9 36 എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ദിനേഷ് ഈസ് യങ്ങർ ടു രോഹൻ by 9 years. ദിനേഷ് ഈസ് യങ്ങർ ടു രോഹൻ by 9 years എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എടുക്കുന്നു റോഹന്റെ ഏജ്. നമുക്ക് ഏതെടുത്താലും മതി. നമുക്കിപ്പം തക്കാളി രോഹന്റെ ഏജ് എക്സാക്ട് എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ദിനേഷിന്റെ ഏജ് എക്സാക്ട് എടുത്താലും ആൻസർ നമ്മൾ ഈ സാധാ ട്രഡീഷണൽ മെത്തേഡിൽ വ്യത്യാസമൊന്നുമില്ല. ഏതാണോ കിട്ടുന്നത് ആ രീതിയിൽ കിട്ടും. ഞാൻ തക്കാലം രോഹന്റെ ഏജ് എത്രയായിട്ട് എടുത്തു എക്സാക്ട് എടുത്തു. അപ്പോൾ രോഹന്റെ ഏജ് എക്സ് ആണെങ്കിൽ പറയുന്നു ദിനേഷ് ഈസ് യങ്ങർ ടു രോഹൻ. ദിനേഷ് എന്ന് പറഞ്ഞാൽ
രോഹനേക്കാൾ യങ്ങറാണ്. എത്ര വയസ്സ്? ഒരു 9 years. അപ്പം എത്രയാണോ രോഹന്റെ ഏജ് അതിനേക്കാൾ ഒരു 9 year യങ്ങറാണ് ആര്? ദിനേശ് എന്ന് പറയുന്നതാണ്. ഇനി പറയുന്നു ഇഫ് ദെയർ ഏജസ് ആർ ഇൻ ദി റെസ്പെക്റ്റീവ് റേഷ്യോ 4:5. അതായത് ദിനേശിന്റെയും രോഹന്റെയും ഏജിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:5 ആണെങ്കിൽ ദിനേശിന്റെ ഏജ് എത്രയാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്? എന്ന് വെച്ചാൽ ഇവരുടെ ഏജിന്റെ റേഷ്യോ, അതായത് രോഹൻ ബൈ ദിനേശ്, അല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിലാണ് പറയുന്നതെങ്കിൽ രോഹൻ ഈസ് ടു ദിനേശ്. സോറി, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ആദ്യം ദിനേശിന്റെ കാര്യമല്ലേ പറയുന്നത്, അപ്പൊ ദിനേശിന്റെ റേഷ്യോ ആദ്യം എഴുതണം. നമ്മൾ എന്താണോ ആദ്യം പറയുന്നത് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടില്ലേ, അതപ്പോൾ ആദ്യം ആരുടെ കാര്യമാണോ അയാളുടെ കാര്യം ആദ്യം എഴുതണം. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? ദിനേശ് എഴുതണം, പിന്നെ ആരുടെ എഴുതണം? രോഹന്റെ എഴുതണം. അപ്പോൾ തെറ്റിപ്പോരുത്. ഇവിടെ പറയുന്നത് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും എന്ത് വരുന്നത്? ആ റേഷ്യോ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ദിനേശ് ഈസ് ടു രോഹൻ, ഇത് ഏത് രീതിയിൽ ചെയ്താലും ആൻസർ കറക്റ്റാണ്. അപ്പോൾ ദിനേശ് ഈസ് ടു രോഹൻ, അത് ദിനേശ് ബൈ രോഹൻ എഴുതിയാലും കുഴപ്പമില്ല. D/R = എത്ര കിട്ടും? 4/5 ആണ് ആൻസർ തന്നേക്കുന്നത്. അത് ഇക്വേഷൻ വെച്ച് ചെയ്താലോ, ദിനേശിന്റെ ഏജ് x-9 ആണ്, രോഹന്റെ ഏജ് x ആണ്. സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടില്ലേ? നോക്കാം. 4x = 5x - 45 എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 45 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ 45 ആയി. എക്സ് എന്ന് വെച്ചാൽ ആരായിരുന്നു? രോഹന്റെ ഏജ് ആയിരുന്നു. അപ്പൊ രോഹന്റെ ഏജ് അല്ല നമുക്ക് വേണ്ടത്, ദിനേശിന്റെ ഏജ് ആണ്. എങ്കിൽ ദിനേശിന്റെ ഏജ് എത്രയായിരിക്കും? ദിനേശിന്റെ ഏജ് 45നേക്കാൾ എത്ര വയസ്സ് കുറവ്? ഒരു 9 year കുറവ്. 45 - 9 എത്ര കിട്ടും? 36 എന്ന് കിട്ടും. സാധാരണ ട്രഡീഷണൽ മെത്തേഡ്. അതിനിപ്പോൾ ഈ റേഷ്യോ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിലോ, ദിനേശ് ഈസ് ടു റോഹൻ എത്രയായിരുന്നു? ദിനേശ് ഈസ് ടു റോഹൻ എന്ന് പറഞ്ഞാൽ ദിനേശിന്റെ ഏജ് x-9 ആയിരുന്നു. ഒരു x-9 ഈസ് ടു റോഹന്റെ ഏജ് x എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു റേഷ്യോ? 4:5 ആയിരുന്നു. നമ്മൾ റേഷ്യോ ക്ലാസ്സിൽ പഠിച്ച റേഷ്യോന്റെ ഇക്വേഷൻ, അതായത് പ്രൊപ്പോർഷൻ ഇക്വേഷൻ ചെയ്താലും മതി. മീൻ വാല്യൂസ് എക്സ്ട്രീം വാല്യൂസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 4x = എത്ര കിട്ടും? 5x പ്ലസ് അല്ല മൈനസ് 5x - 45. സെയിം കാര്യം തന്നെയാണ് ഇവിടെ. ബൈ ചെയ്യുന്നു, അവിടെ റേഷ്യോ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് എളുപ്പം ആ രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 4x അപ്പുറത്തേക്ക് പോയി -45 ഇപ്പുറത്തേക്ക് വന്നു. x = 45 എന്ന് കിട്ടി. x എന്ന് വെച്ചാൽ ആരായിരുന്നു? x എന്ന് പറഞ്ഞാൽ രോഹന്റെ ഏജ് ആയിരുന്നു. x നമുക്ക് ദിനേശിന്റെ ഏജ് ആണ് വേണ്ടത്. അപ്പൊ ദിനേശ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? x-9 ആയിരുന്നു. അപ്പൊ ദിനേശ് = 45 - 9 എത്ര കിട്ടും? 36 years എന്ന് കിട്ടും. അപ്പം ഈ ഒരു സാധാ ട്രഡീഷൻ മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതല്ല ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത്, എളുപ്പത്തിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ മൈൻഡിൽ പേനയോ പേപ്പറോ ഒന്നുമില്ല. ഞാനൊരു സെക്കൻഡിലല്ലേ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ അപ്പോൾ ആ രീതി നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ പോലും ഏത് ക്വസ്റ്റ്യൻ മൈൻഡിൽ നോക്കിയാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ രീതിയിൽ കൂടി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്ത് പഠിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് റേഷ്യോ കൺവേർഷൻ വാല്യൂമായിട്ട് ഇക്വേറ്റ് ചെയ്ത് പഠിക്കണം. അതായത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഏജസ് ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ ഏജസിന്റെ ഡിഫറൻസ് ആണ് തരുന്നത്, രണ്ട് പേരുടെ ഏജിന്റെ ഡിഫറൻസ് ആണ് തരുന്നത് വിചാരിക്കും. അതായത് ഏജ് ഡിഫറൻസ് ഓഫ് ദിനേശ് ഈസ് ടു റോഹൻ തരികയാണ്, അല്ലെങ്കിൽ ദിനേശ് ഈസ് എൽഡർ ടു റോഹൻ ബൈ 9 years, അല്ലെങ്കിൽ യങ്ങർ ടു റോഹൻ ബൈ 9 years. ഇയാളേക്കാൾ 8 വയസ്സ് കൂടുതലാണ്, 9 വയസ്സ് കൂടുതലാണ്, 8 വയസ്സ് കുറവാണെന്നൊക്കെ പറഞ്ഞാൽ ആ കുറവ് കൂടുതലെന്നൊക്കെ പറയുന്നതെല്ലാം അവരുടെ ഏജിന്റെ ഡിഫറൻസ് അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിരുന്നു, എവിടെയെങ്കിലും ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അതേത് കാലഘട്ടത്തിൽ വന്നാലും, എന്നുവെച്ചാൽ 10 വർഷത്തിന് ശേഷമായാലോ 5 വർഷത്തിന് മുമ്പായാലോ എപ്പോഴായാലും അവരുടെ ഏജിന്റെ ഡിഫറൻസിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ സം വന്നാൽ അതല്ല കണ്ടീഷൻ. അത് ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. എപ്പോഴെങ്കിലും ഏജിന് ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ പറയുന്നതെങ്കിൽ അത് ഏത് കാലഘട്ടത്തിലും ആ ഡിഫറൻസ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അതിന് ചേഞ്ച് ഇല്ല. അപ്പൊ ആ ഒരു കാര്യം ഒക്കെ ആണല്ലോ. ഇനി ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഈ ദിനേശിന്റെയും റോഹന്റെയും ഏജിന്റെ റേഷ്യോ 4:5 എന്നല്ലേ വന്നേക്കുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, ദിനേശിന്റെ ഏജ് ഒരു 4 ദിനേശ് ഈസ് ടു റോഹൻ അല്ലേ. അപ്പൊ ദിനേശ് ബൈ റോഹൻ = 4/5 എന്ന് എഴുതിക്കൂടെ? ദിനേശ് ഈസ് ടു റോഹൻ = 4/5 എന്ന് എഴുതിക്കൂടെ? അതായത് ദിനേശ് ഈസ് ടു റോഹൻ = 4:5 എന്നല്ലേ തന്നേക്കുന്നത്. അത് 4/5 എന്ന് എഴുതിക്കൂടെ? നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു? ആക്ച്വൽ വാല്യൂ ആക്കാൻ വേണ്ടി ഒരു എക്സ് ഇട്ട് കൊടുക്കുന്നു. 4x 5x. ഇതിന്റെ ദിനേശിന്റെ ഏജ് എത്രയാണ്? 4x ആണ്. റോഹന്റെ ഏജ് എത്രയാണ്? 5x ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ അവരുടെ തമ്മിലെ ഏജിന്റെ ഡിഫറൻസ്. അവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ദിനേശ് ഈസ് ടു റോഹൻ എന്ന് വെച്ചാൽ ദിനേശ് റോഹൻ ബൈ ദിനേശ് എത്ര കിട്ടും? ഒരു 5x - 4x. അതാണ് എത്ര വയസ്സ്? 9 വയസ്സ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അവരുടെ ഏജിന്റെ ആക്ച്വൽ ഏജ് കിട്ടി, 4x ഉം 5x ഉം ആയിരുന്നു ദിനേശും റോഹനും തമ്മിലുള്ള ഏജ്. എന്നിട്ട് പറയുകയാണ്
ഇവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 9 വയസ്സായിരുന്നു. എങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ 9 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ദിനേഷിന്റെ ഏജ് ആയിരുന്നു. ദിനേഷിന്റെ ഏജ് എത്രയായിരുന്നു? 4x ആയിരുന്നു. 9 × 4 എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ഇതാണ് ഞാൻ മൈൻഡ് കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു തന്നത്. ഈ എക്സ് എന്ന് ഇടണമെന്നില്ല മൈൻഡ് കാൽക്കുലേഷനകത്ത്. നമ്മൾ ഈ എക്സ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത ട്രഡീഷണൽ മെത്തേഡ് തന്നെ ഈ എക്സ് വെച്ച് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എക്സാമിന് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമുക്കൊരു ഡിഫറൻസ് ഉണ്ട് 9 years. ആ രണ്ട് വാല്യൂടെ റേഷ്യോ ഉണ്ട് 4:5. നമ്മൾ എങ്ങനെ മനസ്സിലാക്കണ്ടേ? ആ 4 റേഷ്യോന്റെയും 5 റേഷ്യോന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 year ആണ്. അപ്പൊ 4ന്റെയും 5ന്റെയും ഡിഫറൻസ് എത്രയാ? 1 റേഷ്യോ. 1 റേഷ്യോന്റെ വാല്യൂ ആണ് 9 year. 1 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 9 year ആയിരുന്നു. നമുക്ക് വേണ്ടത് ദിനേഷിന്റെ വാല്യൂ ആണ്, ദിനേഷിന്റെ ഏജ് ആണ്. ദിനേഷിന്റെ റേഷ്യോ ആദ്യമല്ലേ പറയുന്നത്? ദിനേഷ് ആദ്യം പറയുന്നതുകൊണ്ട് ആദ്യത്തെ റേഷ്യോ ആണ് ദിനേഷിന്റെ. അപ്പൊ ദിനേഷിന്റെ വാല്യൂ എത്ര റേഷ്യോ? 4 റേഷ്യോ. ഒരു റേഷ്യോ 9 വയസ്സാണെങ്കിൽ 4 റേഷ്യോ എത്രയാണെന്ന് നോക്കിയത്. 4 റേഷ്യോ എത്രയായിരിക്കും? 1 × 4 അല്ലേ 4 വരുന്നത്. അപ്പോൾ 9 × 4 എത്ര കിട്ടും? 36 years കിട്ടും. അപ്പൊ എങ്ങനെ കിട്ടി? ഓട്ടോമാറ്റിക്കലി നമുക്ക് ദിനേഷിന്റെ ഏജ് 36 കിട്ടിയില്ലേ? ഇതൊക്കെ മൈൻഡിൽ ചെയ്യണം. അത്ര ഈസിയാണ് ഈ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ. ഇത് AJC മാത്രമല്ല, എല്ലായിടത്തും ഇതാണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കിട്ടുന്ന മെത്തേഡുകളുണ്ട്. ഇനി സപ്പോസ് ഇവിടെ 4:5 വരെ ഒരു 3:5 ആണെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പറയുന്നത് ദിനേഷിന്റെ റോഹന്റെയും ഏജിന്റെ ഡിഫറൻസ് 9 years ആയിരുന്നു. അവരുടെ ഏജിന്റെ റേഷ്യോ 3:5 ആയിരുന്നു എന്നാണ് തരുന്നതെങ്കിൽ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ ഇതായിരുന്നു കൺഫ്യൂഷൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയാണെങ്കിൽ നോക്കിയേ, അവരുടെ ഏജിന്റെ ഡിഫറൻസ് ആണ് എത്ര? 9. ഓക്കെ, അപ്പൊ ഏജിന്റെ ഡിഫറൻസ് ഒരു 5 റേഷ്യോ ഉണ്ട്, 3 റേഷ്യോ ഉണ്ട്. അതിന്റെ റേഷ്യോ ഡിഫറൻസ് എത്രയാ? 2 അല്ലേ. അപ്പൊ 2 റേഷ്യോ ആണ് എന്ത് 9 ആയിട്ട് വന്നേക്കുന്നത്. കാരണം എന്റെ ഏജിന്റെ ഡിഫറൻസ് ആണ് എന്ത് ഈ 9 എന്ന് പറയുന്നത്. അപ്പൊ ഏജ് എത്രയായിരുന്നു? ഒരാൾക്ക് 5ന്റെ വാല്യൂ ആയിരുന്നു, ഒരാൾക്ക് 3ന്റെ വാല്യൂ ആയിരുന്നു അവരുടെ റേഷ്യോ. അപ്പൊ റേഷ്യോയുടെ ഡിഫറൻസ് എടുത്തു. റേഷ്യോയുടെ ഡിഫറൻസ് എത്ര കിട്ടി? ഒരു 2 റേഷ്യോ ഡിഫറൻസ് ആയിട്ട് വന്നു. ആ 2 റേഷ്യോ ഡിഫറൻസ്, ആ ഡിഫറൻസ് എന്താണോ അതാണ് ഇവിടെ വാല്യൂ ആയിട്ട് കിട്ടിയത്, 9 ആയിട്ട് കിട്ടിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആളുടെ വേണ്ടേ 3ന്റെ വാല്യൂ. 2 റേഷ്യോ 9 ആണെങ്കിൽ 3 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കൂ, 2ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ 3, പിന്നെ എങ്ങനെ 3 റേഷ്യോ കണ്ടുപിടിക്കും? അങ്ങനെ ഡൗട്ടൊന്നും വേണ്ട, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി ആൻസർ കിട്ടാൻ. 9 × 3/2 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഈ പറയുന്ന ആ ആളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക, ആൻസറിലേക്ക് എത്തിക്കുക. 9 × 3/2 ചെയ്താൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ദിനേഷിന്റെ ആൻസർ കിട്ടും. 27/2 ആയിരിക്കും ഇത് ദിനേഷിന്റെ വാല്യൂ. അപ്പൊ അങ്ങനെയൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഭാവിയിൽ ഞാൻ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കി തരാം. അതായത് എല്ലാ ടൈപ്പ് ക്വസ്റ്റിനകത്ത് മൈൻഡ് കാൽക്കുലേഷൻ ഉണ്ട്. മൈൻഡ് കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസറെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് സാധാ ട്രഡീഷണൽ മെത്തേഡിലും കിട്ടും. ഇതുപോലുള്ള എല്ലാ ക്വസ്റ്റിനും നമുക്ക് മനസ്സിലാക്കാതെ നമ്മൾ അറിയാതെ പോകുന്ന കുറെ മൈൻഡ് കാൽക്കുലേഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എത്തിക്കാൻ പറ്റും. ഒരു പേനയോ പേപ്പറോ ഇക്വേഷനോ ഒന്നും വേണ്ട, നമുക്ക് മനസ്സിൽ തന്നെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? അവരുടെ ഡിഫറൻസ് 9 ആയിരുന്നു, അവരുടെ റേഷ്യോ 4:5 ആയിരുന്നു. അപ്പോൾ 4:5 എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഏജ് 4 ആയിരുന്നു, ഒരാളുടെ ഏജ് 4 ആയിരുന്നു, മറ്റേയാളുടെ ഏജ് എന്തായിരുന്നു? 5 ആയിരുന്നു. അതിന്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറഞ്ഞിരുന്നത്? 9 എന്ന് പറഞ്ഞിരുന്നത്. ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 1 അല്ലേ. അപ്പൊ 1ന്റെ വാല്യൂ എത്ര കിട്ടി? 9 എന്ന് കിട്ടി. നമുക്ക് വേണ്ട ദിനേഷിന്റെ കാര്യം. അപ്പൊ ദിനേഷിന്റെ റേഷ്യോ ആണ് ഇത്, റോഹന്റെ റേഷ്യോ ആണ് ഇത്. അപ്പൊ ദിനേഷിന്റെ വാല്യൂ കിട്ടാൻ ഒരു വാല്യൂ 9 ആയി എങ്കിൽ 4 വാല്യൂ എത്രയാന്ന് നോക്കിയാൽ പോരെ. 4 വാല്യൂ വരുമ്പോൾ എത്രയാവും? 36 ആവും. ഈ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ പേനയുടെ പേപ്പറിന്റെ ആവശ്യമുണ്ടോ? ജസ്റ്റ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. അപ്പൊ അത്ര എളുപ്പമാണ് ഈ മെത്തേഡുകളൊക്കെ. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ശരിയെങ്കിൽ ബൈ.